മുഴുവൻ ഇല്ലാതെയാക്കാൻ മാധ്യമത്തിനും യഥാർത്ഥമായ വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് കുച്ചുവിലങ്ങിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് എക്സിറ്റ് പോളും നമ്മൾ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി. ഏതെങ്കിലുമൊക്കെ NDTV പോലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മാധ്യമത്തിന് കൃത്യമായി കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ, അതിന് കൂടുതൽ റൈറ്റ് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ ഷെയർ പതുക്കെ ആരെ കൊണ്ടെടുപ്പിക്കും? അദാനിയെ കൊണ്ടെടുപ്പിക്കും, അല്ലെങ്കിൽ അംബാനിയെ കൊണ്ടെടുപ്പിക്കും. NDTVയുടെ 60% ഷെയർ അദാനിയെ കൊണ്ടെടുപ്പിച്ചതോടുകൂടി NDTVയും മിണ്ടാതെയായി. ഇന്ന് ഇന്ത്യ രാജ്യത്തെ വലിയ മാധ്യമങ്ങളൊക്കെ മിണ്ടാതെയായപ്പോഴാണ് നമ്മുടെ ധ്രുവ രാപ്തി അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ, അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ, അദ്ദേഹത്തിന്റെ വാട്സപ്പിലൂടെ, നവമാധ്യമത്തിലൂടെ ഇന്ത്യയുടെ യഥാർത്ഥ സാഹചര്യം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഞാനും നിങ്ങളും കണ്ടതാണ്. എത്ര ആളുകളാണ് ഷെയർ ചെയ്തത്? കോടിക്കണക്കിന് ആളുകൾ കണ്ടു. എന്തുകൊണ്ടത് കണ്ടു? യഥാർത്ഥമായ വാർത്ത അപ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അറിയുന്നത്. മീഡിയ പോലും വാർത്തകൾ മുക്കുകയും വാർത്തകൾ മുങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരു കാലത്ത് യഥാർത്ഥമായ ഇന്ത്യയുടെ അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയാനുള്ള ആർജവം കാണിച്ച, ഊർജം നൽകിയ, അതിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ലോകത്തെ മുഴുവൻ ജനങ്ങളും എന്നതായ യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിന് വലിയ പിന്തുണ ലഭിച്ചു. എന്തുകൊണ്ട്? ഒരു സത്യമായ വാർത്ത ആദ്യമായി ജനങ്ങൾ കേൾക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ സത്യം വിളിച്ചു പറയാൻ ധൈര്യം ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോഴും നമുക്കറിയാം, കോൺഗ്രസിനുണ്ടായിരുന്ന സീറ്റ് 42, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 52ആയി. എന്നിട്ടും അതിനുവേണ്ടി ഇന്ത്യ രാജ്യം മുഴുവൻ നടന്ന, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന ഭാരത് ജോഡോ ഇന്ത്യ ഒന്നാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ ചേർത്ത് പിടിച്ച്, ദളിതനെയും മതസ്ഥിരനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ നടന്നു നീങ്ങിയപ്പോൾ അതിനെയും പലരും കളിയാക്കി. രാഹുൽ എന്തിന് നടക്കുന്നു? രാഹുലിനെ ആദ്യം വിളിച്ചത് പപ്പു എന്ന് വിളിച്ച് കളിയാക്കി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിച്ച് രാഹുൽ ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഇടം നേടുക മാത്രമല്ല, അവരെ ഒരുക്കിയെടുത്തു. അവരുടെ ഉരുവം ചെയ്തതുപോലെ അവരെ ഒരുക്കിയെടുത്തു. ഫാസിസത്തിന്റെ യഥാർത്ഥമായ ചിത്രങ്ങൾ അവരുടെ മനസ്സുകളിൽ സംഭരിക്കാൻ, അവരുമായി സന്നിവേശിപ്പിക്കാൻ രാഹുലിന്